ഉപ്പുതറ സർക്കാർ ആശുപത്രിയിൽ നാഥനില്ലാതായിട്ട് 2 മാസം കഴിഞ്ഞു. ഒക്ടോബർ 4-ന് സിവിൽ സർജൻ പോയ ശേഷം പകരം ഒരു ഡോക്ടറും ഇവിടെ എത്തിയിട്ടില്ല. പകൽ താൽക്കാലിക ഡോക്ടർമാരെ വെച്ച് OP നടക്കുന്നുണ്ടെങ്കിലും IP പ്രവർത്തിക്കുന്നുമില്ല. വേണ്ട രീതിയിൽ ചികിത്സ ലഭിക്കാത്തതിനാൽ ആദിവാസി തോട്ടം മേഖലയിലെ ഉൾപ്പെടെയുള്ള ആളുകൾ ദുരിതത്തിലാണ്. മികച്ച രീതിയിൽ പ്രവർത്തിച്ചു വന്ന ആശുപത്രിയാണ് ഉപ്പുതറ CHC. ബ്ലോക്ക് PHC പദവി നഷ്ടപ്പെട്ടതോടെ കഴിഞ്ഞ ഒക്ടോബർ 4-ന് അവസാനമായി ഉണ്ടായിരുന്ന സ്ഥിരം ഡോക്ടറും സ്ഥലം മാറിപ്പോയി. ഇതോടെ ആശുപത്രി നാഥനില്ല കളരിയായി മാറുകയും കിടത്തി ചികിത്സ അവസാനിപ്പിക്കുകയും ചെയ്തു. കിടത്തി ചികിത്സ ആവശ്യമുള്ളവർ മറ്റ് ആശുപത്രിയെ സമീപിക്കേണ്ട അവസ്ഥയിലാണിപ്പോൾ. തോട്ടം ആദിവാസി മേഖല ഉൾപ്പെടുന്ന പ്രദേശത്താണ് ഈ ദുരവസ്ഥ ഉണ്ടായിരിക്കുന്നത്. ഉപ്പുതറ CHCയിൽ 2 മാസത്തോളമായിട്ട് നാഥനില്ലാത്തൊരവസ്ഥയിലേക്ക് കൂടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കൂട്ടിക്കിടക്കുന്ന പീരിമണി ടീമിലെ തൊഴിലാളികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് തൊഴിലാളികൾ ഉൾപ്പെടെ നമ്മുടെ കണ്ണമ്പടി മേമാരി കുടികളിൽ നിന്നുള്ള ആളുകൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന ഈ ആശുപത്രിയിൽ ഇപ്പോൾ രാവിലെ വൈകുന്നേരം OP മാത്രം പോകുന്ന അവസ്ഥയാണ്. കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് കഴിഞ്ഞ ആഴ്ച തന്നെ 4 രോഗികളെ ഇങ്ങോട്ട് റെഫർ ചെയ്ത് വിട്ടു. ഇഞ്ചക്ഷൻ അടുത്തുള്ള ആശുപത്രിയിൽ കിടന്ന് ഇഞ്ചക്ഷൻ എടുത്തു. അന്ന് 7 ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു വിട്ടപ്പോൾ അവരെ എല്ലാം ഇവിടെ അഡ്മിറ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമുള്ള കാരണം PSCയുടെ ഡോക്ടർമാർ ആരുമില്ല. നേരത്തെ CHC ആയിരുന്നപ്പോൾ ഇവിടെ സിവിൽ സർജൻ ഉൾപ്പെടെയുള്ള പോസ്റ്റുകളുണ്ടായിരുന്നു. അത് ഒക്ടോബർ മാസം 4-ാം തീയതി ഈ ഹോസ്പിറ്റലിലെ ബ്ലോക്ക് CHC പദവി നഷ്ടപ്പെടുത്തിക്കൊണ്ട് ആ പോസ്റ്റ് കുറ്റടി പുനഃസ്ഥാപിച്ചപ്പോൾ അതിനെ നിയമസഭയിൽ പല MLAമാരും ചോദ്യം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ആ നടപടി മരവിപ്പിച്ചു എന്ന് പറയുമെങ്കിൽ പോലും ഒക്ടോബർ മാസം 4-ാം തീയതി ഇവിടുത്തെ സിവിൽ സർജൻ്റെ പോസ്റ്റ് ഒഴിവ് വന്നതാണ്. എന്നാൽ പകരം ആളെ നിയമിച്ചിട്ടില്ല, പകരം സംവിധാനം ഉണ്ടായിട്ടില്ല. PSC ഡോക്ടർമാരെ വെച്ചു എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഒരു ഡോക്ടർമാരും ഇവിടെ വരുന്നില്ല. ടെമ്പററി ആയിട്ടുള്ള 2-3 ഡോക്ടർമാരെ വെച്ചുകൊണ്ടാണ് ഹൈറേഞ്ചിൽ ഏറ്റവും ആദ്യത്തെ ഹോസ്പിറ്റലായ ഉപ്പുതറ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. ഇതിനെതിരെ സമാന ഒരു ആക്ഷൻ കൗൺസിൽ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. പക്ഷേ അവരും നിവേദനം കൊടുത്തു, ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഞങ്ങൾ സമാന ചിന്താധികാരിയുമായി കൂട്ടിക്കൊണ്ട് ഇവിടുത്തെ ഒരു ഒപ്പന്മാരെയും അതുപോലെ തോട്ടം തൊഴിലാളികളെ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് കർഷകരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ശക്തമായ സമരം പാർട്ടിയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്നുണ്ട്. സ്ഥിരം ഡോക്ടറെ നിയമിച്ചുവെന്ന് പറയുന്നതല്ലാതെ ഒരാൾ പോലും ആശുപത്രിയിൽ എത്തിയിട്ടില്ല. ആശുപത്രിയുടെ ദുരവസ്ഥ പരിഹരിക്കാൻ സമരസമിതി വരെ രൂപീകരിച്ചിരുന്നു. എന്നാൽ അവരും നിവേദനം നൽകിയതല്ലാതെ തുടർ സമരങ്ങൾ നടത്താതെ പിൻവാങ്ങി. ആശുപത്രിയുടെ ദുരവസ്ഥ പരിഹരിക്കാൻ ആദിവാസികളെയും കർഷകരെയും കൂട്ടി സമരത്തിന് ഒരുങ്ങുകയാണ് കോൺഗ്രസ് നേതൃത്വം. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.